ഇന്ന് നമ്മളൊരു പാലക്കാടൻ യാത്രയാണ് കേട്ടോ. രാവിലെ ഏർലി മോർണിംഗ് ആ സൂര്യോദയമൊക്കെ ഒന്ന് കണ്ട് പയ്യെ നമ്മൾ കസിൻസൊക്കെ ആയിട്ട് പാലക്കാടേക്ക് ട്രിപ്പ് എടുത്തു. നമ്മുടെ പുതിയ കുതിരാൻ പാലം വഴിയാണ് നമ്മൾ പോകുന്നത്. നല്ലൊരു വ്യൂ പോയിന്റ് ആട്ടോ, ഒന്നും പറയാനില്ല. നല്ലൊരു വ്യൂ പോയിന്റാണ് അവിടെ നമുക്ക് കിട്ടിയത്. തുരങ്കത്തിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന വ്യൂ നമ്മൾ വിചാരിക്കും എങ്ങനെ നമുക്ക് ശ്വാസം മുട്ടുമെന്നുള്ള ടെൻഷൻ വരുമെങ്കിലും അതൊന്നും ഉണ്ടായില്ല. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ഗ്രാമങ്ങളായ പ്രദേശങ്ങളോടൊക്കെ നമ്മൾ വണ്ടിയെടുത്ത് വായിച്ച്, പിന്നെ നല്ല ശുദ്ധവായുവും നല്ല ആൾക്കാരും നല്ലൊരു അന്തരീക്ഷവും ഒക്കെ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ഇങ്ങനെ ലോങ് ട്രിപ്പൊക്കെ എടുക്കുന്നത് മൈൻഡിന് അടിപൊളിയായിരിക്കും. എന്നും ഈ ബിസി ഷെഡ്യൂളുള്ള ലൈഫ് സ്റ്റൈലിൽ നിന്ന് ഒന്ന് മാറിയിട്ട് കുറച്ച് ഫ്രീ ആയിട്ട് ഇരിക്കാം, മെൻ്റൽ ഹെൽത്ത് കുറച്ചും കൂടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പാലക്കാട് പോലെ സ്ഥലം അടിപൊളിയായിരിക്കും. കസിൻസൊക്കെ ആയ കാരണം നമ്മൾ ഇരുന്ന് സംസാരിച്ച് നമ്മുടെ തമാശയും കാര്യങ്ങളൊക്കെ എൻ്റർടൈൻമെൻറ്റും ഒക്കെ ചെയ്തുകൊണ്ട് പോകുമ്പോൾ നമുക്കങ്ങനെ വലിയ ബോറടി ഉണ്ടാവില്ല. പിന്നെ പാലക്കാടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാണ്. പിന്നെ കേരളത്തിൻ്റെ നെല്ലറ എന്നൊക്കെ പറയുന്ന സ്ഥലമാണ്. പിന്നെ അതിലുപരി ഗ്രാമപ്രദേശങ്ങളാണ് അവിടെ കൂടുതൽ. സാധാരണ നാട്ടിൻപുറം പ്രദേശങ്ങളൊക്കെ പണ്ട് കാലഘട്ടങ്ങളിൽ നമുക്ക് പറയുന്ന കേട്ട സംഭവങ്ങളൊക്കെ തന്നെയാണ് അവിടെ. പിന്നെ അങ്ങനെ ടൗൺ ഏരിയകളൊന്നുമല്ല, അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി കാഴ്ചകളുണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ തിരക്കുള്ള റോഡുകളോ അല്ലെങ്കിൽ തിരക്കുള്ള ബിസിനസ് ഷെഡ്യൂളുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ അവരുടെ നാട്ടിൻപുറവും അവിടുത്തെ കൃഷിയും അവിടുത്തെ ആൾക്കാരും അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലാണ് നമ്മളിങ്ങനെ പോകുന്നത്. പിന്നെ നമുക്ക് യാതൊരു പ്ലാനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല പാലക്കാട് പോകുമ്പോൾ. പാലക്കാട് എവിടെ പോകണം, എവിടെ സ്റ്റേ ചെയ്യണം അങ്ങനെയൊന്നുമില്ല. പിന്നെ വീട്ടിൻ്റെ അവിടെ നിന്നൊരു 3 മണിക്കൂർ യാത്രയുള്ളതുകൊണ്ട് പിന്നെ നമ്മൾ അതിനെക്കുറിച്ചിട്ടൊന്നും കാര്യമായിട്ട് ആലോചിക്കുക കാര്യങ്ങളൊന്നുമില്ല. പിന്നെ പോണ വഴി ഇതുപോലത്തെ പുഴകളും ഇതൊക്കെ കാണുമ്പോൾ മൈൻഡും ഒരു സന്തോഷമാണ്, ഫ്രീ ആവുന്നുണ്ട്. പിന്നെ റോട്ടിലാണെങ്കിലും അധികം തിരക്ക് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ പാലക്കാടിൻ്റെ അടുത്ത് പറയുന്നൊരു സവിശേഷതയാണ് അവിടുത്തെ റോഡുകൾ. നമുക്ക് എത്ര ലോങ് ഡ്രൈവ് പോകാമെന്ന് പറഞ്ഞാൽ പോലും ആ റോഡുകൾ ചെറിയ ചെറിയ ഗ്രാമപ്രദേശങ്ങളാണെങ്കിൽ പോലും അവർ നല്ല രീതിയിലാണ് റോഡുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ റോഡിൻ്റെ ഇത് സ്മൂത്ത് ആകുമ്പോൾ തന്നെ പകുതി നമ്മുടെ ഡ്രൈവിങ്ങിൻ്റെ പ്രഷർ കുറവായിരിക്കും. അപ്പോൾ പാലക്കാട് യാത്ര നമുക്ക് കേരളത്തിൽ തന്നെ എവിടെ പോകണേക്കാളും ബെറ്റർ ഒരു ഓപ്ഷൻ ആയിരിക്കും. പിന്നെ നമ്മൾ മെയിനായിട്ട് പിന്നെ കുറേ ആലോചിച്ചപ്പോൾ കൽപ്പാത്തി പോകാന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് വന്നത്. പക്ഷെ ഞങ്ങൾ പാലക്കാട് മാർക്കറ്റ് വഴിയാണ് അങ്ങോട്ട് കടക്കേണ്ടി വന്നത്. അപ്പോൾ ആ വഴി കുറച്ച് കൺജസ്റ്റഡ് ആയിരുന്നു. അതുമാത്രമാണ് ഞങ്ങൾക്കൊരു ഇത് വന്നത്, കാരണം റോഡിൻ്റെ വലിപ്പം കുറവുള്ളത് കൊണ്ട്. പിന്നെ അവിടെ ഈ പശുവും കാര്യങ്ങളൊക്കെ റോഡിൽ തന്നെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ സ്റ്റക്കായി. എന്നിട്ടൊരു വിധം അഡ്ജസ്റ്റ് ചെയ്തത്. പിന്നെ മാർക്കറ്റ് എന്ന് പറഞ്ഞ വഴി തന്നെ നമുക്കറിയാലോ, ഓൾമോസ്റ്റ് നല്ല കൺജസ്റ്റഡ് ആയിരിക്കും. അതുപോലെ തന്നെ കറക്റ്റ് ട്രാഫിക് റൂൾസ് പോലെയൊന്നും ആയിരിക്കില്ല അവിടെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ നമ്മുടെ സേഫ്റ്റി സൈഡ് നോക്കിയിട്ട് വണ്ടി ഓടിക്കായിരിക്കും എവിടെ പോകുമ്പോഴും കുറച്ചും കൂടി ബെറ്റർ. കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നാലും. പിന്നെ ഞങ്ങൾ എങ്ങനെയൊക്കെയോ അവിടെ ചോദിച്ച് ലാസ്റ്റ് കൽപ്പാത്തിക്ക് പോകാന്നുള്ള മൈൻഡ് സെറ്റിൽ അവിടെ അന്വേഷിച്ച് ഒരു വഴിയും കാര്യങ്ങളൊക്കെ എത്തും. ഗൂഗിൾ മാപ്പ് എല്ലാ സമയവും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല, കാരണം നമ്മൾ പോകേണ്ട വഴി കഴിഞ്ഞിട്ടായിരിക്കും ആ ലെഫ്റ്റ് ആണെന്ന് നമുക്ക് ചിലപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെ കുറച്ച് നേരം കറങ്ങി. പിന്നെ അവിടെയുള്ള ആൾക്കാരൊക്കെ നല്ല പെരുമാറ്റവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അവരോട് വഴി ചോദിക്കുമ്പോൾ അവർ കറക്റ്റായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ പറയുന്ന കുറേ രീതികളാവില്ലല്ലോ ഓരോ സ്ഥലത്തെ സ്ലാങ്ങുകൾ. അപ്പോൾ അത് നമുക്ക് ചില നേരത്ത് ഡൗട്ട് വരും, എന്താണ് അവർ പറഞ്ഞത്, എന്താണ് അവർ ഉദ്ദേശിച്ചത് എന്നുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് നേരം നമുക്ക് സ്റ്റക്കൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ നമ്മളത് പിന്നെ അഡ്ജസ്റ്റ് ചെയ്തെടുത്ത് കുറേ വഴികളൊക്കെ നമ്മൾ ക്ലിയറായിട്ട് പോയി. പിന്നെ ഈ മാർക്കറ്റ് റോഡ് കുറച്ച് നേരം നമ്മളധികം ബുദ്ധിമുട്ടുണ്ട് വന്നു. എന്നാലും ഓൾമോസ്റ്റ് നമ്മൾ എങ്ങനെയൊക്കെയോ അവിടുന്ന് സ്കിപ്പായി. പിന്നെ ഇതാണ് നമ്മുടെ പാലക്കാട് ലോറിത്താവളം. പിന്നെ ഇത് അവിടുത്തെ അമ്പലങ്ങൾ. പിന്നെ പാലക്കാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടുത്തെ ആചാരങ്ങളും കാര്യങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ആൾക്കാരാണ് അവിടുത്തെ ആൾക്കാർ. പിന്നെ അങ്ങനെ നമ്മൾ പയ്യെ കൽപ്പാത്തി വഴിയിൽ അവിടേക്ക് എത്തി. ഓൾമോസ്റ്റ് കൽപ്പാത്തി നമ്മൾ എത്തി. ഇതാണ് കൽപ്പാത്തിയുടെ എൻട്രൻസ്. ഇവിടെയാണ് നമ്മുടെ വർഷത്തിൽ നടക്കുന്ന കൽപ്പാത്തി രഥോത്സവവും കാര്യങ്ങളൊക്കെ. ഇപ്പം ഇതേപോലെ ഈ തിരക്കില്ലാത്ത അന്തരീക്ഷമൊന്നും ആയിരിക്കില്ല കൽപ്പാത്തിയുടെ രഥോത്സവം നടക്കുന്ന നേരത്ത്. നമുക്ക് പണ്ടത്തെ വീഡിയോസൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അറിയാം, ഈ റോഡ് മൊത്തം ആൾക്കാരെ കൊണ്ട് തിരക്കായിരിക്കും. അത്രയും കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരിക്കും ആ രഥോത്സവത്തിൻ്റെ സമയത്ത്. രഥോത്സവം പുറത്ത് അവിടെ
ഇവിടെ നിന്ന് കാണാൻ പറ്റും. അവിടെ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ അവരൊരു ഇവിടെ അത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ രഥോത്സവത്തിൻ്റെ സമയത്ത് അവരത് പുറത്തെടുക്കും. അപ്പോൾ ഈ കാണുന്ന റോഡുകളിലൊക്കെ ഭയങ്കര ജനത്തിരക്കായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇതാണ് അവിടുത്തെ കൽപ്പാത്തി തെരുവുകൾ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത്. അവിടെ അഗ്രഹാരങ്ങളായിരിക്കും. അവിടുത്തെ ആൾക്കാർ ഭയങ്കരമായിട്ടുള്ള അമ്പലവും അങ്ങനെയായിട്ട് ജീവിക്കുന്ന ഒരു ടൈപ്പ് രീതികളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ കൽപ്പാത്തി ഞങ്ങൾ പിന്നെ കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പയ്യെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏത് ഏരിയയിൽ നമ്മൾ പാർക്ക് ചെയ്യും എന്നുള്ളതൊന്ന് ജസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുക. കാരണം എല്ലാവരും റോഡ് സൈഡിൽ തന്നെയാണ് വണ്ടി പാർക്ക് ചെയ്തത്. പക്ഷെ നാളെ ഒരു പ്രശ്നമൊന്നും നമുക്ക് ഉണ്ടാവരുതല്ലോ. അപ്പോൾ അത് കാരണം നമ്മൾ ജസ്റ്റ് സൈഡ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് നമുക്ക് കാർ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പോട്ട് കിട്ടി. അപ്പോൾ നമ്മളവിടെ കാർ ഒതുക്കിയിട്ടു. ഇതിപ്പോൾ പണ്ട് അവിടെ പച്ചക്കറി വിൽക്കാൻ വരുന്ന ചേട്ടനാണ് കേട്ടോ. അത് നമ്മൾ പണ്ടൊക്കെ ഈ മോഹൻലാലിൻ്റെ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള പോലത്തെ ഒരു ആംബിയൻസ് ആണത്. പുള്ളിയോട് ജസ്റ്റ് പറഞ്ഞപ്പോൾ പുള്ളി അത് ഓട്ടിക്കാനൊക്കെ തന്നു. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു സംഭവം. പിന്നെ ഏത് നാട്ടിൽ പോയാലും അവിടെ എന്താണ് സ്പെഷ്യലി കഴിക്കാൻ കിട്ടുക എന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കുക. അപ്പോൾ പിന്നെ അവിടെ തന്നെ ഒന്നും നോക്കിയില്ല, തൊട്ടടുത്തൊരു ചെറിയൊരു തട്ടുകടയിൽ കയറി. അവിടെ ഈ ബജ്ജിയും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്ന ഒരു ചേട്ടനെ കണ്ടു. അവിടെ ആണെങ്കിൽ ഒരു രക്ഷയില്ല. നമ്മുടെ കോളിഫ്ലവറും കാര്യങ്ങളൊക്കെ ജസ്റ്റ് 50 രൂപ, ചായക്ക് 10 രൂപ, അങ്ങനെ ഭയങ്കര റേറ്റ് കുറവിൽ അവിടെ നിന്ന് കിട്ടി. പിന്നെ അവിടെ ക്ഷേത്രങ്ങളായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാരും അവിടുത്തെ വ്യൂസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഞങ്ങൾ ക്യാമറയിലെടുത്ത്. ഇതവിടെ മെയിനായിട്ട് പണ്ട് കാലം തൊട്ട് അച്ചാർ കൊടുക്കുന്നൊരു അമ്മയുടെ വീടാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ പോയി നോക്കി. അപ്പോൾ ഇപ്പോൾ അവിടെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ അച്ചാർ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ വന്ന ആൾക്കാരൊക്കെ ആയിട്ട് നമ്മൾ ജസ്റ്റ് സംസാരിച്ചു. അപ്പോൾ അവർ ഇതുപോലെ അവിടെ അച്ചാറും കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി വന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവിടെ നല്ല ഫേമസ് ആണ്, അങ്ങനത്തെ ഡീറ്റെയിൽസൊക്കെ നമ്മളെടുത്ത് സംസാരിച്ചു. അപ്പോൾ അവിടെ ഇന്ന സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഇപ്പോഴും. അച്ചാറും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അമ്മ തന്നെ ഉണ്ടാക്കുക. അമ്മ അതിൻ്റെ ഉള്ളിലുണ്ട്. പക്ഷെ അമ്മ ഇപ്പോൾ പുറത്തെ ആൾക്കാരായിട്ട് അധികം സമ്പർക്കമില്ല. കാരണം കൊറോണയൊക്കെ സ്പ്രെഡിൻ്റെ കാരണം. അപ്പോൾ നമ്മൾ അവരൊക്കെ ആയിട്ടൊന്ന് സംസാരിച്ചു. അപ്പോൾ അവർ ഇതുപോലെ ഇവരാണ് നമുക്ക് അവിടുത്തെ ഫുഡ് കഴിക്കാനുള്ള സ്പോട്ടും സ്പെഷ്യൽ ഏരിയാസൊക്കെ നമുക്ക് ജസ്റ്റ് ഗൈഡ് ചെയ്ത് തന്നത്. ഇതാണ് അവിടുത്തെ രഥോത്സവം നടക്കുന്ന കോവിൽ. ഒരു തമിഴ്നാട് സ്റ്റൈലാണ് അവിടുത്തെ അമ്പലങ്ങളൊക്കെ കാണുമ്പോൾ ആൾക്കാർ വന്ന് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അവിടെ മെയിനായിട്ട് അവിടെ ഒരു ഫിൽറ്റർ കോഫിയുടെ ഷോപ്പുണ്ട്. അപ്പോൾ അത് അന്വേഷിച്ചിട്ടാണ് ഞങ്ങളിപ്പോൾ നടക്കുന്നത്. നമുക്ക് ഇനിയൊരു ഇവിടുത്തെ അമ്പലത്തിൻ്റെ ചുറ്റുപാട് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഈ ഏരിയയിൽ വന്നിട്ട് ഈ രഥോത്സവം നടക്കുന്ന ഈ ഏരിയയിൽ വന്നിട്ട് നമുക്ക് അമ്പലത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ കണ്ടല്ലേ. ഇവിടെ ഒരു അമ്പലമുണ്ട്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ വേറൊരു അമ്പലം കൂടിയും ഉണ്ട് കേട്ടോ. 2 അമ്പലവും ഇതിൻ്റെ സെൻട്രലായിട്ട് തന്നെയാണ്, കൽപ്പാത്തിയുടെ സെൻട്രലായിട്ട് തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഈ അമ്പലത്തിനോട് ചുറ്റിപ്പറ്റിയിട്ട് ഈ മാലയും പൂവൊക്കെ വിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്. പിന്നെ അതനുസരിച്ചുള്ള കുറേ കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ പ്യുവർ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. അവിടെ അത് കണ്ടില്ലേ പൂ വിൽക്കുന്നത്. ഇതൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് ഹാപ്പിനെസ് തരുന്ന ഒരു വ്യൂസ് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അവിടെ നമ്മൾ മെയിനായിട്ട് വന്നത് ഒരു ഫിൽറ്റർ കോഫിയുടെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കോഫി കുടിക്കാനായിട്ടാണ് മെയിനായിട്ട് നമ്മൾ വന്നത്. രക്ഷയൊന്നുമില്ല അവിടുത്തെ കോഫിയും കാര്യങ്ങളൊക്കെ. പാലക്കാടൻ ഫിൽറ്റർ കോഫി ഒരു സ്പെഷ്യൽ തന്നെയാണ്. അത് നിങ്ങൾ വരുമ്പോൾ മസ്റ്റായിട്ടും കുടിക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് എന്തായാലും. അപ്പോൾ ഈ കഫേ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോട്ടെ. നിങ്ങൾ ഈ ഏരിയയിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് മസ്റ്റായിട്ടും കുമാരൻ കഫേ അങ്ങോട്ടല്ലേ. ചെറിയ കടയാണ്, എന്നാലും അത്യാവശ്യം ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോഫി കാര്യങ്ങളൊക്കെ അവിടുത്തെ ചേട്ടൻ അടിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ അവിടെ നമ്മുടെ നാട്ടിൻപുറത്തെ പോലെ കുറേ അച്ചാച്ചന്മാരൊക്കെ ഇരിക്കുന്നുണ്ട്. ആൾക്കാരിടയ്ക്ക് വരുന്നുണ്ട് കഴിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. ആ കോഫി കുടിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ അവിടെ വ്യൂ ചെയ്യാൻ നല്ല രസമാണ് കേട്ടോ. കണ്ടില്ലേ ഒരു പുള്ളിക്കാരിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് അവിടെ ഇരുന്നിട്ട്. ഹിന്ദു ഉമ്മാർത്തിരുന്ന് ഫുഡ് കഴിക്കുന്ന പോലെ ഇരുന്ന് കഴിക്കുന്നുണ്ട് പുള്ളിക്കാരൻ. പിന്നെ ഞാൻ ജസ്റ്റ് ചായയൊക്കെ എടുത്ത് പുറത്ത് ഇങ്ങനെ വെറുതെ നടന്നു. കസിൻസൊക്കെ ആയിട്ട് ഞങ്ങളിരുന്ന് ജസ്റ്റ് സംസാരിക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ കുറച്ച് നേരം അവിടെ സമയം ചിലവഴിച്ച്. ഈ പുള്ളിയാണ് നമുക്ക് അവിടെ ചായയും കാര്യങ്ങളൊക്കെ കോഫിയൊക്കെ പ്രിപ്പയർ ചെയ്ത് തന്നത്. അടിപൊളിയായിട്ട് പുള്ളി ചായ മേക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇനി നമുക്ക് കാണാനുള്ള ലൊക്കേഷൻ ഇവിടുത്തെ പുഴയും കാര്യങ്ങളൊക്കെ. ഈ പോണ വഴിയിൽ കുറച്ച് ഫോട്ടോഷൂട്ട് എടുക്കാനുള്ള ഏരിയുണ്ട്. ഇതിവിടുത്തെ ഒരു അത്യാവശ്യം നല്ല വലിയൊരു പുഴ കേട്ടോ. ഇവിടുത്തെ ഉള്ളിലത്തെ കാഴ്ചകൾ കാണാം. ജസ്റ്റ് ഇവിടെ നിന്ന് ഈ പടിയൊക്കെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ പുഴയുടെ അപ്പുറത്തേക്ക് കിടക്കാനുള്ളൊരു പാലുണ്ട്. അത് ജസ്റ്റ് നമുക്ക് നടന്നിട്ട് ഇങ്ങനെ ഇതുപോലെ പോവാം. അത്യാവശ്യം നല്ല വെള്ളവും ഒഴുക്കമൊക്കെ ഉള്ള ഏരിയ ആണ്. കണ്ടില്ലേ ആ സ്പോട്ടിൽ ഇങ്ങനെ കുറച്ചുകൂടി നടന്നു കഴിഞ്ഞാൽ അവിടെ പോയി ഇരിക്കാനുള്ളൊരു സ്പേസ് ഉണ്ട്. ഇവിടെ ഇരുന്നിട്ട് നമുക്ക് പുഴയുടെ നടുക്ക് ഇരുന്നിട്ട് ഇങ്ങനെ പുഴേനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റും. ഭയങ്കര മൈൻഡ് ഫ്രീ ആയിട്ടുള്ളൊരു വ്യൂ പോയിൻ്റ് ആണ് അത്.
ജസ്റ്റ് അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇങ്ങനെ അവിടെ പാറയും കാര്യങ്ങളൊക്കെ തമാശയ്ക്ക് അവിടെ പോയിരുന്നു. അങ്ങനെ ആ സ്ഥലത്ത് കുറച്ച് നേരം കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം റിട്ടേൺ വന്നിട്ട് ആ വരുന്ന വഴി തന്നെ വേറൊരു അമ്പലം കൂടി കണ്ടില്ലേ, ഒരു ദേവിയുടെ ക്ഷേത്രമാണെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ കുറേ ആൾക്കാർ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഈവനിങ് സമയത്ത് ഇങ്ങനെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അവിടെ ശാന്തിമാരെയും കാര്യങ്ങളൊക്കെ അവിടെയാണ് തോന്നുന്നു. അവിടുത്തെ എല്ലാവരും കുഴപ്പമൊന്നുമില്ല, വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല, നല്ല രീതിയിൽ നമ്മളോട് ഡീലിങ് എല്ലാം ചെയ്തിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പയ്യെ അവിടെ നിന്ന് ഇറങ്ങി, അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ടൊരു സ്പോട്ടിൽ പോയി. അപ്പോൾ അവിടുത്തെ ഒരു ഫേമസ് ചായ സ്പോട്ടാണ് ഇത്. അവിടെയാണെങ്കിൽ കൽപ്പാത്തി സ്റ്റൈലിലുള്ള കുറച്ച് ഫുഡ് ഐറ്റംസാണ് നമ്മൾ നോക്കിയത്. പൊടി ദോശ, മസാല ദോശ, അങ്ങനെ ഓരോ ടൈപ്പ് ദോശകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ദോശയാണ്, പൊടി ദോശയും മസാല ദോശയാണ് നമ്മൾ മെയിനായിട്ട് ഓർഡർ ചെയ്തത്. മസാല ദോശയുടെ മസാല കോമ്പിനേഷൻ ഭയങ്കര രസമായിരുന്നു കേട്ടോ. പിന്നെ പൊടി ദോശയിൽ ആഡ് ചെയ്ത് കഴിക്കാൻ സാമ്പാർ, ചട്നിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു തമിഴ്നാട് സ്റ്റൈലിൽ ചായയും കോഫിയൊക്കെയാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതും അതിൻ്റെ ഒപ്പം ഒരു നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ മസാല ദോശ മസ്റ്റായിട്ട് നമുക്ക് ട്രൈ ചെയ്യാം, ധൈര്യമായിട്ട് കഴിക്കാൻ. നല്ലൊരു ക്വാളിറ്റിയിലൊക്കെയാണ് സാധനങ്ങൾ ചെയ്യുന്നത്. പിന്നെ ഒരു തമിഴ്നാട് സ്റ്റൈലാണ്. പിന്നെ ആരും ഓവറായിട്ട് എക്സ്പെക്റ്റ് ഒന്നും ചെയ്യേണ്ട, ഒരു വലിയൊരു ഹൈഫൈ ഷോപ്പ് പോലെ കടയിൽ പോയി കഴിച്ച ഒരു ഫീലൊന്നും അവിടെ കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ തന്നെ ബാത്റൂം ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ അത്രയും ഹൈഫൈ ആയിട്ടൊന്നും കിട്ടാൻ പോകുന്ന ഒരു തൽക്കാലമായിട്ട് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോകാൻ പറ്റുന്ന പരിപാടികൾ മാത്രമേ ഉള്ളൂ അവിടെ. പുള്ളിയുടെ ചായ മേക്കിങ് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ലാസ്റ്റാണ് ചായ ഓർഡർ ചെയ്ത്. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ചായ ഓർഡർ ചെയ്ത്. പുള്ളി കുറച്ച് നാളായിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, പക്ഷെ അടിപൊളിയായിട്ട് ചായ കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഓർഡർ അനുസരിച്ച്. അങ്ങനെ ഓൾമോസ്റ്റ് ഒരു 7 മണി 7:30 ആയി ആ സമയം. അപ്പോഴേക്കും അവിടുത്തെ ആൾക്കാരെല്ലാം വീട്ടിൽ കയറി തുടങ്ങി. ആ ഏരിയ ഭയങ്കര സൈലൻ്റായി തുടങ്ങി. അപ്പോൾ ആ ഒരു 5 മണി 5:30 നേരത്തുണ്ടായിരുന്ന ഒരു അന്തരീക്ഷമല്ല കണ്ടില്ലേ, ഭയങ്കരമായിട്ട് എല്ലാവരും വീട്ടിൽ കയറി, ആരും പുറത്തില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ തുടങ്ങി. അപ്പോൾ പിന്നെ ഞങ്ങൾ പയ്യെ അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. കാരണം നമ്മളങ്ങനെ ഒരു സമയത്ത് പോയിട്ട് അവിടെ നിൽക്കുന്നതും ഒരു ശരിയല്ലല്ലോ, വേറൊരു ആൾക്കാർ അവരുടെ പ്രൈവസി കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിക്കണല്ലോ. കാരണം അത് സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു കൽപ്പാത്തി അഗ്രഹാരം പോലത്തെ ഒരു ഏരിയയാണ്. അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ ആൾക്കാർ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പയ്യെ അവിടെ നിന്ന് വണ്ടിയൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കി എവിടെയാണ് നൈറ്റ് ലൈഫ് എന്ന്. അവസാനം നൈറ്റ് ലൈഫ് പാലക്കാട് ഞങ്ങൾ എത്തിപ്പെട്ടത് ഇതാണ് കേട്ടോ. ഇത് ഒന്നുമില്ല, ജസ്റ്റ് പാലക്കാട് ഒരു ഗ്രൗണ്ടിൽ കുറച്ച് സ്പീക്കറിൽ ആൾക്കാർ പാട്ട് വെച്ചിട്ട് ഒരു എന്താ പറയുക, ലൈക്ക് ഒരു ജസ്റ്റ് ഒരു ടീ ഷോപ്പുണ്ട്. അവിടെ നൈറ്റ് ലൈഫ് ഭയങ്കര കുറവാണ്. പാലക്കാട് പോയപ്പോൾ ഒരു എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ ആരെങ്കിലും പാലക്കാട് നൈറ്റ് ലൈഫ് എക്സ്പ്ലോർ ചെയ്യാം എന്നുള്ള രീതിക്ക് ആരെങ്കിലും പോകാമെന്നുണ്ടെങ്കിൽ ആ പ്ലാനൊക്കെ മാറ്റി വെച്ചോളൂ. കാരണം നൈറ്റ് ലൈഫായിട്ട് അവിടെ ഒരു ഓപ്ഷൻ ഇല്ല. പിന്നെ നേരം വെളുത്തപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വണ്ടിയൊക്കെ എടുത്ത് മലമ്പുഴയ്ക്ക് പോകാനുള്ള പ്ലാനായിരുന്നു. അപ്പോൾ വണ്ടി എടുത്ത് കുറച്ച് കാട് പോലത്തെ പ്രദേശമായിരുന്നു. ഞങ്ങൾ ട്രാവൽ ചെയ്യാൻ വേണ്ടി വണ്ടി എടുത്ത് മലമ്പുഴ ഡാമിൻ്റെ അവിടേക്ക് പോകുന്ന വ്യൂ ഭയങ്കര രസമാട്ടോ. അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് മരങ്ങളും ഒരു കാടിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന ഒരു ഫീലാണ്. പിന്നെ മഴയൊക്കെ പെയ്തുകൊണ്ട് തന്നെ കുറച്ച് എന്താ പറയുക, ഒരു പ്രത്യേക ഒരു വൈബാണ് അവിടെ കൂടെ വണ്ടി ഓടിച്ച് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ മലമ്പുഴയുടെ അവിടേക്ക് എത്തി ഓൾമോസ്റ്റ്. പിന്നെ വണ്ടി ഓടിക്കുന്നവരുടെ ശ്രദ്ധിക്കും, മഴക്കാലത്തൊക്കെ പോകുമ്പോൾ കുറച്ചും കൂടിയും ശ്രദ്ധിച്ച് വേണം ആ ഏരിയയിലൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം നല്ല വ്യൂ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഇതേപോലെ കുറച്ചും കൂടിയും കൺജസ്റ്റഡ് ആയിട്ടുള്ള കുറച്ച് സിറ്റുവേഷനാണ്. ശരിക്കും ശ്രദ്ധിച്ചിട്ട് തന്നെ പോകണം. കണ്ടില്ല, ഇപ്പോൾ ഒരു ചെറിയൊരു പാലത്തിൻ്റെ മുകളിൽ കൂടെയാണ് ഞങ്ങൾ അപ്പുറത്തേക്ക് കിടക്കുന്നത്. അവിടെ പോയി കഴിഞ്ഞാൽ എൻ്റെ മലമ്പുഴ ഡാമിൻ്റെ വ്യൂ കിട്ടും എന്നുള്ളൊരു ഓപ്ഷൻ പറഞ്ഞപ്പോൾ ഒന്നും നോക്കില്ല, ജസ്റ്റ് വണ്ടി എടുത്ത് കറക്റ്റ് ഒരു വണ്ടിക്ക് പോകാനുള്ളൊരു ഗ്യാപ്പിൽ കൂടെ ഈ മലമ്പുഴ ഇത് കടന്നിട്ട് അപ്പുറത്തേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ പോകുന്ന റൂട്ടിൽ ഉള്ള വ്യൂ ആണ് ഈ കാണുന്നതൊക്കെ. നല്ല രസമുണ്ട്. അവിടെ നിന്ന് പാറയും അവിടുത്തെ വെള്ളവും എല്ലാം കാര്യങ്ങളൊക്കെ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. റോഡ് കുറച്ച് കൺജസ്റ്റഡ് ആണ്, ശ്രദ്ധിച്ച് പോകണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു ഫസ്റ്റ് ടൈം ഒരു വിസിറ്റ് ആയതുകൊണ്ട് നമ്മളങ്ങനെ ഏരിയ കണ്ടില്ലേ, ഒരു കാട് പോലത്തെ ഒരു ഏരിയ കൂടെയാണ് പോകുന്നത്. അവിടെ എത്തി വണ്ടി കുറച്ച് നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു ട്രിപ്പിൻ്റെ ഒരു ഫീലിലാണ് ഞങ്ങൾ പോയതുകൊണ്ട് പിന്നെ ഇങ്ങനത്തെയൊക്കെ സിറ്റുവേഷൻസ് ഫേസ് ചെയ്യാന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, അങ്ങനെ ഈ പോണ വഴിയിലെ ഇതൊന്നും ഞങ്ങൾ അധികം കാര്യമായിട്ട് എടുത്തൊന്നുമില്ല.
പിന്നെ ഞങ്ങൾ അങ്ങനെ ശരിക്കും ഒരു കാട്ടിക്കൂടെ തന്നെ പോകുന്ന ഒരു ഇതുണ്ടായിരുന്നു. നമുക്ക് ഫ്രണ്ടിലൊരു കാറ് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇതിലായിരുന്നു നമ്മൾ വണ്ടി എടുത്ത് പോയത്. പിന്നെ നമുക്കറിയില്ല എന്തായിരിക്കും എന്ന് കണ്ടില്ലേ. ആ ഒരു ഇതിൽ കൂടെ ഞങ്ങൾ വണ്ടി ഓടിച്ച് വന്നിട്ട് ലാസ്റ്റ് ഞങ്ങൾക്ക് കിട്ടിയൊരു വ്യൂ പോയിൻ്റാണ് ഇത്. ആ ഡാം മൊത്തത്തിൽ കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു വ്യൂ പോയിൻ്റാണ്. അപ്പോൾ ആ സംഭവം നമുക്ക് ഇവിടെ വന്നതുകൊണ്ട് മിസ് ചെയ്യാതെ കാണാൻ പറ്റി. പിന്നെ നമ്മൾ ഇങ്ങനത്തെയൊക്കെ ട്രിപ്പ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, അത് മെയിനായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യങ്ങളാണ്. ജസ്റ്റ് റിസ്ക് ഒന്നും എടുത്തിട്ട് അവിടേക്ക് താഴത്തേക്ക് ഇറങ്ങാനോ കാര്യങ്ങളൊന്നും നോക്കരുത്. നമുക്ക് സേഫായിട്ടിരുന്ന് കാണാൻ പറ്റുന്ന ഏരിയകളിൽ വന്നിട്ട് ഇതുപോലെ വ്യൂ ചെയ്യാന്നുള്ളതാണ് കുറച്ചുകൂടി ബെറ്റർ ഓപ്ഷൻ. പിന്നെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ കാര്യങ്ങളൊക്കെ കണ്ടു. പിന്നെ അവിടുന്ന് കുറച്ചും കൂടി മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലത്തെ ഒരു വ്യൂ കിട്ടും. നല്ല മഴ ആയതുകൊണ്ട് ആ വ്യൂസൊക്കെ കറക്റ്റായിട്ട് കിട്ടി. നല്ല വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ, കുറേ ഫാമിലീസും കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ജസ്റ്റ് കാറിൽ ഇരുന്നിട്ട് ഇതേപോലെ വ്യൂസ് കാര്യങ്ങളൊക്കെ കാണാമെന്നുള്ള മൈൻഡിലായിരുന്നു അവിടെ പോയത്. പിന്നെ ഈ നല്ല മഴയും വെള്ളച്ചാട്ടവും ഈ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ വണ്ടി ഓടിച്ച് പോയി. അവിടുത്തെ എന്ത് വ്യൂ ഉണ്ടെന്ന് വെച്ചിട്ട് അറ്റം വരെ ജസ്റ്റ് ഞങ്ങൾ ഇതുപോലെ വണ്ടി ഓടിച്ച് പോയി. വ്യൂസ് ഒന്നും ഒരു രക്ഷയില്ല, ഭയങ്കരമായിട്ട്. പിന്നെ ഞങ്ങളുടെ കൺട്രോൾ പോയി. ഞങ്ങൾ പയ്യെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി, മഴ നനയാന്നുള്ള ഫീലായി. എന്നിട്ട് ഇതേപോലെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെയും ഇതേപോലെ മഴ നനഞ്ഞിട്ടും ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ, അവിടെ ഒരു കുന്നുണ്ടായിരുന്നു, ആ കുന്നിൻ്റെ ഒരു കാട്ടിൻ്റെ വഴി കൂടെ ജസ്റ്റ് കയറി പോയിട്ട് ആ കുന്നിൻ്റെ മുകളിലൊക്കെ പോയി ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ എൻജോയ് ചെയ്തിട്ടൊക്കെ വന്ന്. കണ്ടില്ലേ ഈ പാറയുടെ മുകളിൽ കയറി കഴിഞ്ഞാൽ കാറ്റ് നമ്മൾ പിടിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് അവിടെ ആ കാറ്റിൽ നമ്മളിങ്ങനെ പോണ പോലെ ഫീലൊക്കെ തോന്നും. അടിപൊളി ഇതായിരുന്നു, ലൊക്കേഷനായിരുന്നു. കണ്ടില്ലേ ഈ വഴി കൂടെ ഞങ്ങൾ മുകളിലേക്ക് പോയത്, ആ പാറയുടെ നല്ല വ്യൂ ആയിരുന്നു അവിടെ. ഇപ്പോൾ വ്യൂ കാണിച്ചിടാം. ഇപ്പോൾ കണ്ടില്ലേ ഈ വഴിയൊക്കെ ഭയങ്കര റിസ്കി പിടിച്ച വഴികളാണ്. അപ്പോൾ അതെ, അവിടെ എത്തിക്കഴിഞ്ഞ് ഇതേപോലെ കാറ്റ്, അവിടുത്തെ പുഴയും കാര്യങ്ങളൊക്കെ നമുക്ക് വ്യൂ കിട്ടും നല്ല അടിപൊളിയായിട്ട്. കണ്ട അവിടെ പോയപ്പോൾ കുറേ പേര് ഫോട്ടോഷൂട്ടും വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് കണ്ടു. ഇതിൻ്റെ ടോപ്പിലേക്ക് പോകാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. ഞങ്ങൾ ജസ്റ്റ് പോയി നോക്കി, പക്ഷെ കുറച്ച് റിസ്കി ആയിരുന്നു. കണ്ടില്ലേ ഇങ്ങനെയാണ് അവിടുത്തെ ഏരിയ തന്നെ എടുക്കുന്നത്. ഈ എവിടെ നിന്ന് കാറ്റ് വീശുമ്പോൾ നമ്മൾ ചോദിച്ചാൽ അതിൻ്റെ ഒപ്പം പോകുന്നു, അത്രയും കാറ്റായിരുന്നു. പക്ഷെ നല്ല ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ. അതാണ് നമ്മുടെ മലമ്പുഴ ഡാമിൻ്റെ ഫുൾ വ്യൂ വന്നേക്കുന്നത്. കണ്ടില്ലേ ആ ഒരു ഏരിയയുടെ ഭംഗി ഒന്ന് നോക്കി നോക്കിയാൽ നിങ്ങൾ. അത്രയും നല്ലൊരു വ്യൂ പോയിന്റ് നമ്മൾ ഇവിടെ വന്നിട്ടില്ലായിരുന്നെങ്കിൽ മിസ്സായി പോയായിരുന്നു എന്നുള്ളൊരു ഫീൽ കിട്ടി ഞങ്ങൾക്ക്. പിന്നെ ഞങ്ങളവിടെ കുറച്ച് നേരം ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അവിടുത്തെ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരുന്നു. കണ്ടില്ലേ അതാണ് അവിടുത്തെ വ്യൂസ് കാര്യങ്ങളൊക്കെ. നല്ല രസമുണ്ടായിരുന്നു ട്രിപ്പ്. പിന്നെ ഞങ്ങൾ പയ്യെ താഴത്തേക്ക് ഇറങ്ങി. അവിടുത്തെ ഡാമിൽ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് ജസ്റ്റ് ഇതുപോലെ സമയം സ്പെൻഡാക്കി ഇരുന്നിട്ട് എല്ലാ കസിൻസ് എല്ലാവരും കൂടിയിട്ട് പിന്നെ അതിൽ കിടന്ന് കളിക്കലൊക്കെ ആയിരുന്നു വെള്ളത്തിൽ. നല്ല രസമായിരുന്നു. പിറ്റത്തെ ദിവസം ഒരു രക്ഷയുണ്ടായിരുന്നല്ല കേട്ടോ. തല പൊന്തിയില്ല, പനിയൊക്കെ പിടിച്ച്. നമ്മൾ ഈ കാണുന്ന ആവേശമൊന്നുമില്ല, ഫുള്ള് മഴ കൊണ്ടിട്ട് ഈ കിടന്ന വെള്ളത്തിൽ കിടന്ന് ചെറിയ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഇത്തിരി ഇത് കടിച്ച് കയറി ഇരുന്നിട്ടും കാര്യമില്ല. ഇപ്പോഴൊക്കെ അല്ലത് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു വൈബിൽ നമ്മളെല്ലാവരും കയറിയിട്ട് ആ വെള്ളത്തിൽ കയറി നന്നായിട്ട് എൻജോയ് ചെയ്ത്. പിന്നെ പാലക്കാട് വരികയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു രാവിലെ ഒരു 5 മണിയാകുമ്പോൾ പാലക്കാട് എത്താനുള്ള രീതിക്ക് നിങ്ങൾ എത്തുക. അങ്ങനെ നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഗ്രഹാരം കുറച്ച് നേരം കാണാനും ഇതൊക്കെ പറ്റും. കഴിഞ്ഞൊരു 6:30-7 മണിയൊക്കെ സമയമാകുമ്പോൾ മലമ്പുഴ ഡാം വന്ന് കാണാം. ഒരു 10-10:30-11 മണി വരെയൊക്കെ ഇവിടെ നമുക്ക് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കൊല്ലങ്കോട് അങ്ങനത്തെ പാലക്കാടിൻ്റെ മെയിൻ ഏരിയകൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് പാലക്കാട് നമുക്ക് ഫുള്ള് കംപ്ലീറ്റ് കാണാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് സേവ് ചെയ്ത് വെക്കുക. പിന്നെ കൽപ്പാത്തിയുടെ അവിടെ റൂമോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ അവൈലബിൾ അല്ല. പിന്നെ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഇത് റിക്വയർമെൻറ്റ് വേണമെങ്കിൽ കുറച്ച് ടൗണിലേക്ക് പോയിട്ട് നിങ്ങൾ റൂമും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് എടുക്കേണ്ടി വരും. പിന്നെ മലമ്പുഴ ഈ പ്രദേശങ്ങളിൽ ഇതുപോലെ റേഞ്ച് കാര്യങ്ങളൊക്കെ കുറച്ച് ഡൗൺ ആണ്. അതുകൊണ്ട് അധികം റിസ്ക് ഉള്ള ആക്ടിവിറ്റീസിലൊന്നും കയറാതെ നമുക്ക് അധികം പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ ഇതുപോലത്തെ എൻജോയ്മെൻറ്റ്സ് മാത്രം കണ്ടിന്യൂ ചെയ്യാൻ നോക്കുക.
കാരണം അപകട സാധ്യത ഭയങ്കര കൂടുതലുള്ള ഏരിയയാണ്. പിന്നെ മഴക്കാലം കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈ വ്യൂവിനൊക്കെ കുറച്ചും കൂടി രസം ഉണ്ടാവും. വേനൽക്കാലത്ത് ഞങ്ങൾ പോയിട്ടില്ല, എന്നാലും ഈ മഴക്കാലത്തെ ഇതുപോലെയുള്ള വ്യൂസാണ് കുറച്ചും കൂടി നമുക്ക് കാണുമ്പോൾ രസം ഉണ്ടാവുക. കണ്ടില്ലേ, ഫാമിലി ആയിട്ടൊക്കെ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഇതുപോലെ കുഞ്ഞു കുട്ടികളൊക്കെ ആയിട്ട് വന്നിട്ട് അവർ അത്യാവശ്യം ആൾക്കാർ എൻ്റർടൈൻമെൻറ്റ് ചെയ്യുമെന്നുണ്ട് ഈ ഏരിയയിൽ. പിന്നെ ഫ്രണ്ട്സായിട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി വൈബാണ് ഈ പാലക്കാട് എന്ന് പറയുന്നത്. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെയാണെങ്കിൽ നമുക്ക് സജസ്റ്റ് ചെയ്ത് തരാൻ പറ്റും. അങ്ങനെ ഞങ്ങളുടെ മലമ്പുഴ ഡാമിൻ്റെ ഇതൊക്കെ കഴിഞ്ഞ് പയ്യെ ഞങ്ങൾ റിട്ടേൺ വീട്ടിലേക്ക് പോന്നു. വീട്ടിലേക്ക് പിന്നെ പോകാനൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് ദിവസം അവിടെ സ്പെൻഡ് ചെയ്യാന്നുള്ളൊരു മൂഡായിരുന്നു. അത്രയും അടിപൊളി സ്ഥലമാണ് പാലക്കാട്. പാലക്കാട് ഒട്ടുമിക്ക സ്ഥലത്തേക്കൊന്നും പോകാൻ പറ്റില്ല. ഈ ഒരു ലൊക്കേഷൻ തന്നെ കംപ്ലീറ്റ് ആക്കുമ്പോഴേക്കും ഇത്രയും ഒരു ദിവസം കഴിഞ്ഞു. പിന്നെ ഒരു ദിവസം പാലക്കാട് ബാക്കി ബാലൻസ് ട്രിപ്പ് പ്ലാൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളങ്ങനെ ഇന്നത്തെ ട്രിപ്പ് വൈൻഡപ്പ് ചെയ്ത് പയ്യെ നാട്ടിലേക്ക് റിട്ടേൺ വന്നു. പിന്നെയും ഇതുപോലെ വിശേഷങ്ങൾ കാണാൻ വേണ്ടിയിട്ട് മോർ വീഡിയോസ് ഫോളോ വൈറ്റ് പപ്പായ.